ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ്, അതുപോലെ തന്നെ എന്താണ് ഗ്രാം അറ്റോമിക് മാസ്, അതുപോലെ മോളിക്കുലർ മാസ്, ഗ്രാം മോളിക്കുലർ മാസ്, അതുപോലെ തന്നെ മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് പഠിച്ചപ്പോൾ കുറേ പേർക്കെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ കാര്യമൊന്നുമല്ല, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന എല്ലാവർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ അതിൽ മെയിനായിട്ട് വന്ന സംശയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേറ്റീവ് അറ്റോമിക് മാസും അതുപോലെ ഗ്രാം അറ്റോമിക് മാസിൻ്റെ ആ ഒരു വ്യത്യാസമായിരിക്കും അല്ലേ. എന്തായാലും ഈ റിലേറ്റീവ് അറ്റോമിക് മാസിൻ്റെ ഈ ഒരു ഭാഗം എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ടൊന്നുമില്ലല്ലോ. എന്താ റിലേറ്റീവ് അറ്റോമിക് മാസ്? നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം, RAM എന്ന് പറയാം അല്ലേ. എന്തുവാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം എന്താ, നമ്മുടെ ഇതിനുള്ള ഉപകരണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് പറ്റുന്ന ഒരു സാധനത്തിന് നമ്മൾ കമ്പാരിസണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതാണ് ആര്, കാർബൺ 12 ആറ്റം. അപ്പോൾ കാർബൺ 12 ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താ, എല്ലായിടത്തും ഉള്ളൊരു സാധനമാണ് അല്ലേ. അപ്പോൾ കാർബൺ 12 ആറ്റത്തിന് നമ്മൾ എടുക്കും, അതിന് 12 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒരു ഭാഗം നമ്മൾ എടുക്കും. ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ആ ഒരു ആറ്റം ഏതാണോ അതിനെ നമ്മൾ താരതമ്യം ചെയ്യും. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന ആറ്റം ഇവനെക്കാളും വെയിറ്റ് കൂടുതലാണോ കുറവാണോ, എത്ര മടങ്ങ് കൂടുതലാണ് എത്ര മടങ്ങ് കുറവാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഒന്നിനെ കമ്പയർ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ത് വരും, ഹൗ മെനി ടൈംസ് ഈസ് ദ മാസ് ഓഫ് വൺ ആറ്റം വെൻ കമ്പയർഡ് ടു ദ 1/12th മാസ് ഓഫ് കാർബൺ ആറ്റം അല്ലേ. ഇതിനാണ് നമ്മൾ യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AMU എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും സംശയമൊന്നുമില്ലാത്ത കാര്യമാണല്ലോ. അറ്റോമിക് മാസ് യൂണിറ്റ്, അപ്പോൾ ഒരു ആറ്റത്തിൻ്റെതാണെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ് അത് കാർബൺ 12 ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സംശയം വന്നിട്ടുണ്ടാവുന്നത് ഈ ഒരു ടേബിൾ നോക്കിയപ്പോഴായിരിക്കും അല്ലേ. ഇത് കുഴപ്പമില്ല, നിങ്ങൾക്കറിയാം അല്ലേ. ഇവിടെ ഡെസിമൽ വന്നത് എന്തുകൊണ്ടാണ്, നമ്മളതിൻ്റെ ഐസോടോപ്പുകളും കൂടെ എടുക്കുന്നതുകൊണ്ടാണ് ഡെസിമൽ വന്നത്. നമ്മളത് റിലേറ്റീവായിട്ട് പറയുമ്പോൾ ഡെസിമൽ ഇല്ലാത്ത ഹോൾ നമ്പറിലായിരിക്കും പറയുന്നത്. അത് വലിയ കുഴപ്പമുണ്ടാവത്തില്ല. സംശയം ഈ ഒരു ടേബിൾ നോക്കിയപ്പോഴായിരിക്കും അല്ലേ. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു. യൂണിറ്റ് ഒന്നുമില്ല, 63.5 ആണ്. എന്താണ് കോപ്പറിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 63.5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, കാർബൺ 12 ഐസോടോപ്പിൻ്റെ 12 ഭാഗത്തിൻ്റെ പോലെയുള്ള 63.5 എണ്ണം വയ്ക്കുമ്പോഴായിരിക്കും ഒരു കോപ്പർ ആറ്റത്തിന് തുല്യമാവുന്നത് അല്ലേ. ഒരു കോപ്പർ ആറ്റം നമ്മൾ എടുത്തപ്പോൾ, ഒരു കോപ്പറിൻ്റെ ആറ്റം എടുത്തപ്പോൾ അതിനെ നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ എത്ര, 63.5 എന്തെടുക്കണം, കാർബൺ 12 ആറ്റത്തിൻ്റെ 12 ഭാഗം എടുത്താലേ അതിന് ബാലൻസ് ആവുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. എന്താ ഈ ഗ്രാം അറ്റോമിക് മാസ്, അതേ വാല്യൂ തന്നെ ഇവിടെ ഒരു ഗ്രാമും കൂടെ ചേർത്ത് എഴുതിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താ, റിലേറ്റീവ് അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഒരു ചെറിയൊരു ടോപ്പിക്ക് CBSE ഉള്ളൊരു സാധനം ഇവിടെ പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര ഗ്രാമിന് ഈക്വലാന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇതെങ്ങനെ വന്നു എന്നുള്ള റിലേഷൻ ഇവിടെ വേണമെങ്കിൽ കാണിച്ചു തരായിരുന്നു. പക്ഷേ ജസ്റ്റ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ തൽക്കാലം അറിയേണ്ടെന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല. നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയാൽ മതി, റിലേറ്റീവ് അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ കിട്ടുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ്. എന്ന് വെച്ചാൽ എന്താ, എടാ നമ്മൾ ഒരു ആറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളേ, ഇനി സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഒരു ആറ്റത്തിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എന്താണ്, റിലേറ്റീവ് അറ്റോമിക് മാസാണ് ഒരു ആറ്റത്തിൻ്റെ കാര്യം. എന്നാൽ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എടുക്കുന്നത് ഒരു മോള് ആറ്റത്തിൻ്റെ കാര്യമാണ്. എന്തിൻ്റെ കാര്യമാണ്, ഒരു മോൾ ആറ്റത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഗ്രാം അറ്റോമിക് മാസ്. അപ്പോഴാണ് നിങ്ങളുടെ സംശയം വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ കാര്യം, ഇവിടെ പറയുന്നത് ഒരു മോൾ ആറ്റത്തിൻ്റെ കാര്യം, പക്ഷേ രണ്ടും തുല്യമായിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് അല്ലേ, അതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന സംശയം. മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചൊരു കുട്ടിക്ക് വന്ന സംശയം അതായിരിക്കും. അതിൽ പറയുന്നുണ്ടല്ലേ, ഇതിനകത്ത് ഒരു മോൾ ആറ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു മോൾ എന്ന് വെച്ചാൽ ഇത്രയും എണ്ണം ഉണ്ടെന്നും അറിയാം. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ്, ഇത് രണ്ടും എങ്ങനെ തുല്യമായി എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം. ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളേ. നിങ്ങൾക്കിപ്പോൾ ഇതുകൊണ്ടറിയാം ഒരു ആറ്റത്തിൻ്റെ കാര്യമാണ് എന്ത്, റിലേറ്റീവ് അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ അത് ഒരു മോൾ ആറ്റത്തിൻ്റെ കാര്യമാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 4 ആണ്. 4 AMU ആണ് അതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇനിയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയാത്ത കാര്യം ഞാൻ പറയുന്നത്. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1.66 × 10⁻⁻24 ഗ്രാമിന് ഈക്വലാണ്. എന്ന് വെച്ചാൽ ഒരു ഹീലിയത്തിൻ്റെ മാസം എന്ന് വെച്ചാൽ അപ്പോൾ എത്രയായിരിക്കും,
4 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാമാണ് ഒരു ഹീലിയത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെയാണ്, സിമ്പിളായിട്ട്. ഇവിടെ നമ്മൾ കോപ്പർ ഒന്നും എടുക്കാതെ ഞാൻ ഹീലിയം എടുത്തതെന്ന് വെച്ചാൽ ചെറിയ ആളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഗ്രാം അറ്റോമിക് മാസ് ആണ്. നമുക്കറിയാം ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? ഒരു മോൾ ആറ്റത്തിൻ്റെ വെയിറ്റ് ആണ്. ഒരു മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 6.022 ഇൻറ്റു 10⁻23 ആണ്. പക്ഷെ നമുക്ക് എന്തറിയാം? നമുക്ക് ഒരു ആറ്റത്തിൻ്റെ അറിയാം, ഒരു ആറ്റത്തിൻ്റെത് അറിയാം, അല്ലെ? ഇത് ഈ പറഞ്ഞല്ലോ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അത് ആരുടെയാണ്? ഒരു ആറ്റത്തിൻ്റെ ആണ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് 4 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻24 ഗ്രാം ആണെങ്കിൽ ഒരു മോളിൻ്റെത് എത്രയായിരിക്കും? ഈ എണ്ണത്തിനോടൊപ്പം, ഈ പറഞ്ഞ മാസിനോടൊപ്പം ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ലോജിക്ക് പിടികിട്ടി? എടാ, ഒരാളുടെ ഒരു ഹീലിയത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻24 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിൻ്റെത് എത്ര? ഒന്നിൻ്റെത് ഇത്ര. അപ്പോൾ ഒരു മോളിൻ്റെ എന്ന് പറയുമ്പോൾ മോളിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 6.022 ഉണ്ട്. അതായത് ഇപ്പോൾ ഒന്നിൻ്റെ ഇത്ര, ഒരു ഡസൻ്റെ എത്ര എന്ന് വെച്ചാൽ നിങ്ങൾ 12 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഒന്നിൻ്റെ ഇത്ര, ഒരു മോളിൻ്റെ എത്ര എന്ന് വെച്ചാൽ അതിനോടൊപ്പം നിങ്ങൾ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? ഈ പറയുന്ന അവഗാഡ്രോ നമ്പറോടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 4 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻24 ഇൻറ്റു എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 കൂടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ. ഉത്തരം 1 എന്ന് വരും. സോ ഉത്തരം എത്ര? 4 ഗ്രാം എന്ന് വരും. അപ്പം നോക്ക്, ഉത്തരം എത്ര വരും? 4 ഗ്രാം എന്ന് വരും. ഒരു ഹീലിയത്തിൻ്റെ AMU, അല്ലേ, ഒരു ഹീലിയത്തിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 4, അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്ര വന്നു? 4 വന്നു. എങ്ങനെ വന്നു? ഈ കാൽക്കുലേഷനിലൂടെയാണ് വന്നത്. പക്ഷേ ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയാത്തതുകൊണ്ട് തന്നെ ഞാനിത് പഠിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങളിത് വന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി. അതായത് ഇവിടെ നോക്കിയ കോപ്പറിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 63.5 AMU ആണ്. അപ്പോൾ അതിന് ഗ്രാം അറ്റോമിക് മാസ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു മോൾ നമ്പർ ഓഫ് ഇതിൻ്റെ മാസ് എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനോടൊപ്പം തന്നെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള 1.66 ഇൻറ്റു 10⁻24 മൾട്ടിപ്ലൈ ചെയ്യണം. മോളിൻ്റെ എണ്ണമായിട്ടുള്ള 6.022 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും വെട്ടിപ്പോവും, നമുക്ക് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, പകരം G അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഗ്രാം അറ്റോമിക് മാസ് കിട്ടി. ടെക്സ്റ്റ് ബുക്ക് ഇത്രേ പറയുന്നുള്ളൂ, ഞാൻ അതിലാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസിനെ ഗ്രാമിൽ എഴുതുമ്പോൾ കിട്ടുന്നത് ഗ്രാം അറ്റോമിക് മാസ്. ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം നോക്കിയേ, എലമെൻറ്റ് ദാറ്റ് വെയ്സ് ആസ് മച്ച് എസ് ദ റിലേറ്റീവ് അറ്റോമിക് മാസ്. റിലേറ്റീവ് അറ്റോമിക് മാസിൻ്റെ അത്രയും തന്നെ വെയിറ്റിൽ നമ്മൾ എന്തിനെടുത്താൽ? ഒരാളെ എടുത്താൽ, എന്ന് വെച്ചാൽ റിലേറ്റീവ് അറ്റോമിക് മാസ് 63.5, അതിൻ്റെ ഗ്രാമിൽ എടുക്കുമ്പോഴും 63.5, അത്രയും എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര എണ്ണം ഉണ്ടാവും? 6.022 ഇൻറ്റു 10⁻23 എണ്ണം ഉണ്ടാവും. അതല്ലാതെ ഇവിടെ പറഞ്ഞേക്കുന്നത് കണ്ടോ. അപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് 4, അത്രയും വെയിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അത്രയും ഗ്രാം നമ്മൾ എടുത്താൽ അതിൽ എത്ര എണ്ണം ഉണ്ടാവും? ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ഞാൻ പറഞ്ഞത് എന്തെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ വിട്ടേക്ക്, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. എന്താണ് എന്താണ് ഈ പറയുന്ന അറ്റോമിക് മാസ് യൂണിറ്റ്, അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് എന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇനി മോളാർ മാസ് പഠിച്ചത് സംശയമൊന്നുമില്ലല്ലോ. മോളാർ മാസ് സിമ്പിൾ അല്ലേ? എന്താണ്? ഒരു മോളിക്യൂളിനകത്ത് ആറ്റങ്ങളുണ്ടാവും, ആ ആറ്റത്തിന് അറ്റോമിക് മാസ് എഴുതി കൂട്ടിയാൽ കിട്ടുന്നത് മോളാർ മാസ്. സിമ്പിൾ. ഇനി അതിനെ നമ്മൾ ഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ കമ്പയർ ചെയ്ത് എഴുതുമ്പോൾ റിലേറ്റീവ്, അതിനെ ഗ്രാം എന്ന് പറയുന്ന സൈഡിൽ കൊടുത്ത് എഴുതിയാൽ ഗ്രാം അറ്റോമിക് മാസ്. അതെങ്ങനെ വന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. പക്ഷേ ആ പോയിന്റ് ടെക്സ്റ്റ് ബുക്ക് ഒരിടത്തും പറയുന്നില്ല, അതുകൊണ്ട് ഞാനത് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകണം. മോൾസ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, ഉറപ്പായിട്ട് ചോദ്യങ്ങൾ വരും. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. വോളിയം ഓഫ് ഗ്യാസ് ആൻഡ് മോൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് മോൾ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ച മോളും ഗ്യാസിൻ്റെ വോളിയവും തമ്മിലുള്ള ബന്ധം. സിമ്പിൾ സംഭവമാണ്, ഒന്നുമില്ല. ഒന്ന് ആദ്യം നമുക്കത് വായിച്ചു നോക്കാം, എന്നിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ. ഇഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ഫിക്സ്ഡ്. ടെമ്പറേച്ചറും പ്രഷറിനും മാറ്റമില്ല. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിൻ, പ്രഷർ എന്ന് പറയുന്നത് 1 ATM ആണെങ്കിൽ നമ്മൾ STP എന്ന് വിളിക്കും, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എങ്കിൽ എന്താ? 1 mole of any gas occupies a volume of 22.4 liter. This is known as molar volume at STP. ഒന്നും മനസ്സിലായി കാണില്ലെന്ന് അറിയാം അല്ലേ? മൊത്തത്തിൽ ക്ലിയർ വന്നിരിക്കുകയാണ്. ഇത് വേറൊന്നുമില്ല, ഇത് പറയുന്ന ഇത്രയേ ഉള്ളൂ.
ഞാൻ ഹൈഡ്രോജൻ എടുത്തു, നൈട്രോജൻ എടുത്തു, ഓക്സിജൻ എടുത്തു. എന്നിട്ട് ഇവിടുത്തെ എസ് ടി പി എന്നാൽ എന്താണെന്ന് അറിയണം. എസ് ടി പി എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, അതുപോലെ സ്റ്റാൻഡേർഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, സ്റ്റാൻഡേർഡ് പ്രഷർ. അതായത് നമ്മൾ കെമിക്കൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കറിയാമല്ലോ, ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്, ഒന്നാമത്തെ നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചു, ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ആരൊക്കെ അനുസരിച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്? ബോയിൽസ് ലോ പറഞ്ഞു അത് പ്രഷറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ചാൾസ് ലോ പറഞ്ഞു അത് ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വോളിയത്തെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ആക്കി വെക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ആക്കി അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, അത് എത്രയാണ്? അത് 273 കെൽവിനാണ്. 273 കെൽവിൻ. പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ നമ്മൾ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും 273 കെൽവിൻ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഈ റൂമിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയറിക് ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ 273 ആണ്. ഞാൻ എന്തെടുത്തു? ഒരു മോൾ എടുത്തു. ഒരു മോൾ ഓഫ് ഹൈഡ്രോജൻ എടുത്തു, നൈട്രോജൻ എടുത്തു, ഓക്സിജനും എടുത്തു. ഇത് മൂന്നും ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് സെയിം ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുകയോ ഇല്ലയോ? ഇത് 3 പേരും ഇരിക്കുന്ന വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഞാനൊരു ബീക്കറൊന്നും വെച്ചിട്ടില്ലെങ്കിൽ പോലും അവർ 3 പേരും ഒരേ വോളിയത്തിലായിരിക്കും ഇരിക്കുന്നത്. ആ വോളിയം ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ അത് 22.4 ലിറ്റർ ആയിരിക്കും. എത്രയായിരിക്കും അത്? 22.4 ലിറ്റർ ആയിരിക്കും. 22.4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഹൈഡ്രോജനും നൈട്രോജനും ഓക്സിജനും 3 ഗ്യാസ് അല്ലേ? അപ്പോൾ അവിടുത്തെ മോളിക്യൂൾസിൻ്റെ വലിപ്പം വ്യത്യാസമായിരിക്കൂലേ? അല്ലേ? ഹൈഡ്രോജനേക്കാളും വലുതായിരിക്കും നൈട്രോജൻ, നൈട്രോജനേക്കാളും വലുതായിരിക്കും ഓക്സിജൻ. പിന്നെ ഇവരെങ്ങനെയായിരിക്കും ഒരേ വോളിയത്തിൽ ഇരിക്കുന്നത്? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഗ്യാസുകളെ സംബന്ധിച്ച് കൈനറ്റിക് മോളിക്കുലർ തിയറി നമ്മളൊരു കാര്യം പറഞ്ഞു. ഗ്യാസ് ഏതുമായിക്കോട്ടെ, അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാണ്. മാത്രമല്ല ഗ്യാസിൻ്റെ മൊത്തം വോളിയമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ പറയുന്നവന്മാരുടെ വോളിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്, നെഗ്ലിജിബിൾ ആണെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അത്ര ചെറുതാണ്. സോ ഈ പാർട്ടിക്കിൾസിൻ്റെ വലിപ്പത്തിന് ഇവിടെ ഒരു എന്താണ്, ഒരു ഇൻഫ്ലുവൻസേ ഇല്ല. അതായത് ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാലും നൈട്രോജൻ എന്ന് പറഞ്ഞാലും ഓക്സിജൻ എന്ന് പറഞ്ഞാലും അവരുടെ പാർട്ടിക്കിൾ സൈസ് നമ്മൾ വോളിയവുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരു നെഗ്ലിജിബിൾ ആണ്. അതിപ്പോൾ ഹൈഡ്രോജൻ ആയാലും നൈട്രോജൻ ആയാലും ഓക്സിജൻ ആയാലും കാര്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്? അവിടുത്തെ ടെമ്പറേച്ചറിനും പ്രഷറിനുമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറിനെ നിങ്ങളൊരു കുപ്പിയായിട്ട് അങ്ങ് സങ്കല്പിക്കുക. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ സിറിഞ്ച് വെച്ചിട്ട് പ്രഷർ കൂട്ടിയപ്പോൾ അകത്തുണ്ടായിരുന്ന സ്പേസ് കുറഞ്ഞു, വോളിയം കുറഞ്ഞു. വലിച്ചപ്പോൾ വോളിയം കൂടി. അതുപോലെ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ വോളിയം കൂടി, ടെമ്പറേച്ചർ കുറച്ചപ്പോൾ വോളിയം കുറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഗ്യാസ് എത്ര ദൂരത്തേക്ക് വ്യാപിച്ചിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ആരാണ്? ഒരു കുപ്പിയുടെ കവർ പോലെ, ഒരു കണ്ണാടി കുപ്പിയിലെ കണ്ണാടി പോലെ ഒരു ഗ്യാസ് എത്ര സ്ഥലം ഒക്കുപ്പൈ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറുമാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊന്നും ചെയ്യാതെ സ്റ്റാൻഡേർഡാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗ്യാസുകളും ഒരു നിശ്ചിത ദൂരം വരെ അല്ലേ പോകാൻ പറ്റും. നിങ്ങളൊരു എക്സാമ്പിൾ, നിങ്ങളൊരു പട്ടിയെ തുടലിൽ കെട്ടി അടുപ്പിച്ച് നടത്തുകയാണ്. നിങ്ങൾ ഈ പറയുന്ന കൈ കെട്ടിയേക്കുന്ന തുടലിൻ്റെ ദൂരത്ത് അത്രയുമേ ആ പട്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ. എനിക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മളൊരു പട്ടിയെ ഒരു കയറ് കെട്ടി വെച്ചേക്കുകയാണ്. ഈ പറയുന്ന കയറിൻ്റെ നീളത്തിൽ അത്രയല്ലേ പട്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കയർ അതിനൊരു ബൗണ്ടറി തീരുമാനിക്കുകയല്ലേ? അതുപോലെ ഇവിടെ ഈ 273 കെൽവിൻ എന്ന ടെമ്പറേച്ചറും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്ന പ്രഷറും എല്ലാ ഗ്യാസുകൾക്കും ഒരു ബൗണ്ടറി നിശ്ചയിക്കും. ആ ബൗണ്ടറി എന്ന് പറയുന്നത് എപ്പോഴും 22.4 ലിറ്റർ ആയിരിക്കും. അതായത് ഇപ്പോൾ 1 ലിറ്റർ കുപ്പി എന്ന് പറയുമ്പോൾ ആ 1 ലിറ്റർ കുപ്പിക്കകത്ത് ഗ്യാസിന് ഇരിക്കാൻ പറ്റും. അതുപോലെ 22.4 ലിറ്റർ വലിപ്പമായിരിക്കും. പ്രഷർ 1 അറ്റ്മോസ്ഫിയറും ടെമ്പറേച്ചർ 273 കെൽവിൻ ആകുമ്പോൾ ഇൻവിസിബിൾ ആയ ഒരു കുപ്പി പോലെ ഈ പറയുന്ന ഒരു വോളിയത്തിനകത്ത് ഈ പറയുന്ന ഗ്യാസുകളെല്ലാം നിർത്തിയേക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്യാസിൻ്റെ മോളാർ വോളിയം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു മോൾ ഇരിക്കുന്ന വോളിയം. മോളാർ വോളിയം എന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിലാക്കുക, മോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള്. അപ്പോൾ ഒരു മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഇരിക്കുന്ന വോളിയം, ഒരു മോൾ ഓഫ് എനി ഗ്യാസ് ഇരിക്കുന്ന വോളിയം, മോളാർ വോളിയം. അത് എത്രയായിരിക്കും? 22.4 ആയി. കാരണം ഞാൻ പറഞ്ഞു, ഒരു മോൾ ഓഫ് എനി ഗ്യാസ് എടുത്താൽ 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ് ഞാൻ എടുത്തിട്ട് ഈ മുറിക്കകത്തേക്ക് ഞാൻ കൊണ്ടുവരുന്നു. 6.022 10⁻23 മോളിക്യൂൾസ് ഞാൻ കൊണ്ടുവന്ന് ഈ മുറിക്കകത്തോട്ട് പറത്തി വിട്ടു. ഈ മുറിയിലെ ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ 1 അറ്റ്മോസ്ഫിയർ എങ്കിൽ ആ ഗ്യാസ് ഇവിടെ 22.4 ലിറ്റർ വോളിയത്തിനകത്തേ ഇരിക്കുകയുള്ളൂ. ആ വോളിയത്തിൻ്റെ പേരാണെന്ത്? മോളാർ വോളിയം. ആ വോളിയത്തിൻ്റെ പേരാണെന്ത്? മോളാർ വോളിയം. ഇതാണ് സംഭവം. ഇതാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? മോളാർ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയോ എന്താ പറഞ്ഞേക്കുന്നത്? 273 കെൽവിൻ 1 അറ്റ്മോസ്ഫിയർ, അതിന് STP എന്ന് വിളിക്കും.
ഇനി നോക്കിയോ, എസ് ടി പിയിലിരിക്കുന്ന ഒരു മോൾ ഓഫ് എനി ഗ്യാസ്, എസ് ടി പിയിലിരിക്കുന്ന ഒരു മോൾ ഓഫ് എനി ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഇപ്പോൾ പിടികിട്ടിയോ? എസ് ടി പി ഇരിക്കുന്ന ഒരു മോൾ ഓഫ് എനി ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന 22.4 ലിറ്റർ വോളിയം ആയിരിക്കും. ഇതിനെ മോളാർ വോളിയം എന്നും പറയും. ഇനി എന്ത് വിളിക്കും? മോളാർ വോളിയം എന്നും പറയും. സിമ്പിൾ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. പുതിയൊരു ഫോർമുലയും കൂടി പഠിച്ചു വെച്ചോ. ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. അവിടെ നമ്മൾ മാസിൽ പറഞ്ഞു, ഇവിടെ നമ്മൾ വോളിയത്തിൽ പറഞ്ഞു. മാസിലും വോളിയത്തിലും പറയാമല്ലോ, തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഗിവൺ വോളിയം ബൈ മോളാർ വോളിയമാണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് അറ്റ് എസ് ടി പി. അത് എസ് ടി പി എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളും. എസ് ടി പി എന്നൊരു വാക്ക് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളും ഇവിടെ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന ഗ്യാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് അവിടെ നമ്മൾ എന്തായിരിക്കും 22.4 ലിറ്റർ എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തോളണം. അപ്പോൾ ലിറ്ററാണ്. അപ്പോൾ ഗിവൺ മാസ് ലിറ്റർ ബൈ മോളാർ വോളിയം. വോളിയം നമ്മൾ അളക്കുന്ന ലിറ്ററിലാണല്ലോ. അപ്പോൾ മോളും താഴെയും വോളിയം. വെറും മോളെന്ന് പറഞ്ഞാൽ എസ് ടി പി എന്നൊരു വാക്കില്ലാതെ നമ്മൾ മോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചു എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. കണ്ടോ? നമ്പർ ഓഫ് മോൾസ് എന്ന് മാത്രം പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. മോളാർ മാസ് എന്ന് വെച്ചാൽ മോളിക്കുലാർ മാസ് തന്നെ, കുഴപ്പമില്ല, ഇത് മാറിപ്പോയെന്നും പേടിക്കണ്ട. ഇവിടെയാണെങ്കിലോ ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. മോളും താഴെയും വോളിയം എന്ത് കണ്ടാൽ എസ് ടി പി എന്ന് കണ്ടാൽ തെറ്റാണ്. ഈ ഒരു ടേബിൾ നോക്കി ഫില്ല് ചെയ്യാൻ ശ്രമിച്ചാലോ. ഗിവൺ മാസ് 32, മോളാർ മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? 32. അത് പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ഒരു ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 8. അതിൻ്റെ ഇരട്ടി 16. 16 2 32. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? 32 1 അല്ലേ? ഒരു മോൾ ഉണ്ടാവും. ഒരു മോളിരിക്കുന്ന വോളിയം എപ്പോഴും എത്രയായിരിക്കും? 22.4 ആയിരിക്കും. ഇവിടെ NH3 അമോണിയ, ഗിവൺ മാസ് 170. അതിൻ്റെ മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? NH3. നൈട്രോജൻ്റെ എത്ര? 14 പ്ലസ് ഹൈഡ്രോജൻ്റെ എത്ര? 3 എണ്ണം അല്ല, ഹൈഡ്രോജൻ 3 എണ്ണം, ഹൈഡ്രോജൻ്റെ മാസ് 1. അപ്പോൾ 3 × 1 3. അപ്പോൾ 14 + 3 14 15 16 17. സോ മോളാർ മാസ് 17. 170/17 എത്ര? 10. അപ്പോൾ നോക്കടാ, ഒരു മോൾ ഓഫ് ഗ്യാസ് ഇരിക്കുന്ന 22.4 ലിറ്റർ ആണെങ്കിൽ 10 മോൾ ഓഫ് ഗ്യാസ് ഇരിക്കാൻ എത്ര സ്ഥലം വേണം? 22.4 × 10 എത്ര? 224 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ. അത് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണിൻ്റെ എത്ര? 12 അല്ലേ? കാർബണിൻ്റെ 12. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6. അപ്പോൾ അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് എത്രയായിരിക്കും? 12. ഇരട്ടിയായിട്ട് വരും. അങ്ങനെ ആലോചിച്ചാൽ മതി. പ്ലസ് ഓക്സിജൻ്റെ എത്ര? ഒന്നിൻ്റെത് 16, 2 32, 2 2 4 3 1 4 44. അപ്പോൾ 44. ഓക്കെ. ഗിവൺ മാസ് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗിവൺ മാസ് അറിഞ്ഞുകൂടാ, ബൈ മോളിക്കുലാർ മാസ് ആണ്. അപ്പോൾ ഇതിന് എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 3 × 44. 44 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 അല്ലേ? 1 12 13 132 വരും അല്ലേ? അപ്പോൾ എത്ര? 132 ഗ്രാം എന്ന് വരും. എത്ര ലിറ്റർ? 3 ആകുമ്പോൾ 22.4 × 3. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സമയം മൊത്തം പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം പറഞ്ഞുതരാം. നോക്കിക്കോ. അയ്യോ പോയാടെ, അതാടെ പോകുന്നു. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. മൈ ഗോഡ്, അതാണ് മോളാർ വോളിയം. ഇന്ന് പഠിച്ചതാണ്. മോളാർ വോളിയം എന്ന് വെച്ചാൽ എന്താ? എസ് ടി പിയിലിരിക്കുന്ന ഗ്യാസിൻ്റെ ഒരു മോൾ എടുത്താൽ അത് 22.4 ലിറ്ററിലായിരിക്കും ഇരിക്കുന്നത്. ഇതെന്താണെന്ന് ഞാനുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ ഡയഗ്രം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയോ, ടേബിൾ നോക്കിയോ. ഇതാ 44 132 62.7 വരും. ബാക്കി ചെയ്യാറിയാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി ഇത് നോക്കിയോ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെയാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നൊരു ക്ലാസ് ഞാൻ പിന്നീട് ചെയ്തു തരാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മാത്രമായിട്ടൊരു ക്ലാസ് നമുക്ക് പരീക്ഷയ്ക്ക് മുന്നേറ്റ് അപ്ലോഡ് ചെയ്യാം. ആദ്യം കോൺസെപ്റ്റ് പഠിച്ച് പോവാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മോൾ ഓഫ് ഹൈഡ്രോജൻ ഗ്യാസ് അറ്റ് എസ് ടി പി എന്ന് വെച്ചാൽ എന്താ? ഒരു മോൾ ഓഫ് ഹൈഡ്രോജൻ ഗ്യാസ്. ഹൈഡ്രോജൻ ഗ്യാസ് ആണ്. ഹൈഡ്രോജൻ അമോണിയോട് ചേർന്ന് നിൽക്കുന്ന ഹൈഡ്രോജൻ അല്ല അല്ലേ? വാട്ടറിനോട് ചേർന്ന് നിൽക്കുന്ന ഹൈഡ്രോജൻ ആറ്റം അല്ല. ഹൈഡ്രോജൻ ഗ്യാസ് എന്ന് വെച്ചാൽ അത് H2 ആണെന്ന് ഓർത്തോളണം. ഹൈഡ്രോജൻ ഗ്യാസ് എന്ന് വെച്ചാൽ H അല്ല, H2 ആണ്. H2 എന്താണ്? മോളിക്യൂളാണ്. H2 എന്ന് പറയുന്ന മോളിക്യൂളാണ്. അതായത് H2വിനകത്ത് 2 ഹൈഡ്രോജൻ ഉണ്ട്. 2 ഹൈഡ്രോജൻ ആറ്റം ചേർന്നിട്ടാണ് ഒരു ഹൈഡ്രോജൻ മോളിക്യൂൾ ഉണ്ടാകുന്നതെന്നുള്ള ബേസിക് നോളജ് ഉണ്ടായാൽ മതി. ഇനി കാര്യം പറയുന്നത് ശ്രദ്ധിച്ചു. ഹൈഡ്രോജൻ, ഒരു മോൾ ഓഫ് ഹൈഡ്രോജൻ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് വെച്ചൊന്ന് പറഞ്ഞേ. ഒരു മോൾ ഓഫ് ഹൈഡ്രോജൻ അറ്റ് എസ് ടി പി. ഒരു മോൾ ഓഫ് ഹൈഡ്രോജൻ അറ്റ് എസ് ടി പി. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന ഒരു മോൾ ഓഫ് ഹൈഡ്രോജനിൻ്റെ വോളിയം എത്രയായിരിക്കും?
ഇത് ഹൈഡ്രജൻ അല്ല, നൈട്രോജൻ അല്ല, ഓക്സിജൻ അല്ല, എന്തായാലും അത് എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. സെറ്റ്. ഇനി ഒരു മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എടുത്താൽ അതിൽ എത്ര എണ്ണം ഉണ്ടാവും? 6.022 × 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇനി ഒരു മോളിക്യൂൾ ഓഫ് 2 എണ്ണം ഉണ്ട്. ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട്. ഒരു മോളിക്യൂൾ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ AMU എത്രയായിരിക്കും? 2. കാരണം ഹൈഡ്രജൻ ഒന്നിൻ്റെ ഹൈഡ്രജൻ്റെ AMU റിലേറ്റീവ് അറ്റോമിക് മാസ് എത്ര? 1. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2. അപ്പോൾ എത്ര AMU? 2 AMU. അത് നമ്മൾ ഗ്രാമിൽ പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ 2 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്. ഇനി നോക്കിക്കൂ, ഒരു മോള് ഒരു ഹൈഡ്രജൻ മോളിക്യൂളിനകത്ത് എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം. അപ്പോൾ എത്ര മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് ചോദിച്ചാൽ 2 മോൾ എന്ന് പറഞ്ഞൂടെ? 2 ആറ്റം ഇവിടെ ഇരിക്കുന്ന മോളിക്യൂളാണ്. ഒരു മോൾ. അപ്പോൾ നിങ്ങൾ സാറേ ഒരു മോൾ ഇവിടെ 2 മോൾ, അങ്ങനെ 2 മോളാവും. അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മോൾ, ഒരു മോളിക്യൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഒരു മോൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ? ഹൈഡ്രജൻ ഗ്യാസ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ മോളിക്യൂൾ. അത് ഈ 2 ആറ്റം. അപ്പോൾ 2 ആറ്റം. അപ്പോൾ ആറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ 2 എണ്ണം പറഞ്ഞൂടെ? 2 മോൾ. 2 മോൾ എന്ന് വെച്ചാൽ എത്ര? 2 × 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ ശരി. ഇനി ഒരു മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ശരി. ഒരു മോളാർ മാസ് എന്ന് വെച്ചാൽ ഒരു മോളിൻ്റെ മാസ്. ഒരു മോളിൻ്റെ മാസ് എത്രയായിരിക്കും? 22.4 ലിറ്റർ ഓളിയോ ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും മാസ് എന്ന് പറയുന്നത്? എത്രയായിരിക്കും? ഈ 1 2 ഇൻറ്റു നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അല്ലേ, 1ൻ്റെ 1, 2ൻ്റെ ആകുമ്പോൾ 2, 2 ഗ്രാം. ഇതാണ് ഇത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. കൺഫ്യൂഷൻ ആണെന്ന് അറിയാം. ഒന്നുകൂടി പറയാം, നോക്കടാ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞാലും ഇത് തന്നെയാണ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എനിക്ക് കിട്ടുന്നില്ല, അതാണ് സത്യം. വേറൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ സൂര്യനെന്ന് പറഞ്ഞാലും ആദിത്യനെന്ന് പറഞ്ഞാലും സൂര്യനെ പറ്റി തന്നെയല്ലേ പറയുന്നത്. അതുപോലെ ഒരു മോൾ ഹൈഡ്രജൻ ഗ്യാസ് STPയിൽ എടുത്തു എന്ന് വെച്ചാൽ അതിനകത്ത് H2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളുണ്ട്. ഒരു മോളിക്യൂൾ അല്ല, H2 എന്ന് പറയുന്ന മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ട്? 6.022 × 10⁻23 എണ്ണം ഉണ്ട്. അതിരിക്കുന്ന വോളിയം എപ്പോഴും 22.4 ലിറ്റർ ആയിരിക്കും. അതിലെത്ര ഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം H2 മോളിക്യൂളാണ്. ഓക്കെ, H2 മോളിക്യൂളാണ്. എത്ര ഗ്രാം ഉണ്ട്? 2 ഗ്രാം ഉണ്ട്. എത്ര ഗ്രാം ഉണ്ട്? 2 ഗ്രാം ഉണ്ട് അല്ലേ? എത്ര ഗ്രാം ഉണ്ട്? 2 ഗ്രാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ 6.022-ൽ 2 ഗ്രാമേ ഉള്ളൂ. എടാ അതാണ് ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു തന്നത്. ഗ്രാം വരുമ്പോൾ എങ്ങനെയാണ് ആ പറഞ്ഞ 2 സാധനം എഴുതി വെട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു AMU എന്ന് പറയുന്നതും അല്ലേ, അറ്റോമിക് ഇപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നതും അതുപോലെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാലും റിലേറ്റീവ് മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാലും ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാലും ആ വാല്യൂ 2 സെയിം ആയിരിക്കും. സോ 2 ഇതായിരിക്കും 2. ഓക്കെ, അടുത്ത് അതിനകത്ത് ഇത്രയും എണ്ണം സാധനം ഉണ്ടാവും. ഇനി ആറ്റത്തിനെ പറ്റി പറയുമ്പോൾ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം ഉണ്ട്. അപ്പോൾ 2 മോൾ. അപ്പോൾ ഒരു മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് 6.022 × 10⁻23 ഓഫ് 2 ഹൈഡ്രജൻസ് ഉണ്ട്. പിടികിട്ടിയ എന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങനെ പറയും? ഒരു ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് വെച്ചാൽ അതിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഈ വലുത് ഇത്രയും എണ്ണം ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഓരോ ചെറുതും ഇത്ര എണ്ണം കാണൂലേ അല്ലേ? വലുത് ഒരെണ്ണം 6.022 × 10⁻23 എണ്ണം വരുമ്പോഴല്ലേ ഒരു മോൾ എന്ന് തന്നെ വിളിച്ചേ. അങ്ങനെയുള്ള ഒരു മോൾ ഹൈഡ്രജനകത്ത് 2 ഹൈഡ്രജൻ ആറ്റം ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എത്രയാണെന്ന് ചോദിച്ചാൽ 2 എന്ന് പറഞ്ഞൂടെ അല്ലേ? ഒന്നിനകത്ത് 2 എണ്ണം ഇരിക്കുകയല്ലേ? അപ്പോൾ 2 ഇൻറ്റു അത്രയും നമ്പർ ഓഫ് ആൾക്കാർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രയും തന്നെ എന്താണ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും അല്ലേ? 2 മോൾ എന്ന് പറഞ്ഞാൽ അത്രയും ഇൻറ്റു 10⁻23 ആറ്റം എണ്ണവും ഉണ്ടാവും. പിടികിട്ടിയുടെ ഒന്നുകൂടി. എടാ ഇപ്പോൾ ഒരു മോൾ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ, ഗ്യാസ് മോളിക്യൂൾ, ഇത് 6.022 × 10 ഇത് പറയുമ്പോൾ തന്നെ നാക്ക് കൊടുക്കണം. 6.022 × 10⁻23 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അതിനെ ഒരു മോൾ എന്ന് വിളിച്ചേ. ഇതിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റം ഇല്ലേ? അപ്പം ഈ വലുത് ഇത്രയും എണ്ണം ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഈ ഓരോ ചെറുതും അത്രയും എണ്ണം ഉണ്ടല്ലോ. അങ്ങനത്തെ 2 എണ്ണമല്ലേ ഒന്നിനകത്തിരിക്കുന്നത്. അപ്പോൾ മോൾ എത്രയാണെന്ന് ചോദിച്ചാൽ 2 മോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞൂടെ? ഗ്യാസ് ആറ്റത്തിൻ്റെ കാര്യം, ആറ്റം 2 മോൾ ഉണ്ടെന്ന് പറഞ്ഞൂടെ? അപ്പോൾ 2 × 6.022 × 10⁻23 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞൂടെ? അപ്പോൾ ഒരു മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ, അതിപ്പോൾ പറഞ്ഞ കാര്യം. ഒരു മോളാർ മാസ് എന്ന് വെച്ചാൽ ഒരു മോളിൻ്റെ മാസ് അത് 2 ഗ്രാംസ് ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് കൺഫ്യൂഷൻ ആയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബെറ്റർ ഇനി ഒരു റിവിഷൻ ക്ലാസ് കിട്ടിയാൽ ഞാൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താന്ന് തോന്നുന്നു. കാരണം നമുക്ക് ലൈവ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ സംശയം ചോദിച്ച് എനിക്ക് ഉത്തരം പറഞ്ഞു പോകാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സംശയം ഞാൻ അസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അല്ലാതെ ലൈവ് പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ക്ലാസ് പഠിക്കുമ്പോഴോ പലപ്പോഴും കുട്ടികൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ ഞാൻ നിങ്ങളുടെ സംശയം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, കമൻറ്റായിട്ട് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യം. ഓക്കെ,
അപ്പോൾ സത്യം പറയാൻ ഇന്ന് പുതിയ ടോപ്പിക്കായിട്ട് വന്നത് വളരെ ചെറിയൊരു ഭാഗമാണെന്ന് എനിക്കറിയാം. എങ്കിൽ ഇന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് തരാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും ഈ പറയുന്ന മോൾ കോൺസെപ്റ്റിൻ്റെ ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് തീർക്കാം. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ അത് ഉടനെ തന്നെ ആ ക്ലാസ് അങ്ങ് തരാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സംശയം വരത്തില്ലല്ലോ. ഇത് ഇന്നത്തെ ക്ലാസ് കൂടി കൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.